Hello and welcome. I am Robin, your language trainer, and you are watching Learn English with Robin. നമ്മൾ ഇന്ന് പോകുന്നത് കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമറിന്റെ പാർട്ട് 45ലേക്കാണ്. ഇന്ന് ട്രാൻസ്ലേഷൻ ചാലഞ്ചിന്റെ 20ാം ഭാഗമാണ്. മുൻപുള്ള ട്രാൻസ്ലേഷൻ ചാലഞ്ചസ് അറ്റൻഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഇന്നത്തെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്ലേഷൻ ചാലഞ്ചിൽ ഞാൻ മലയാള സെന്റൻസസ് പറയും, നിങ്ങളത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കിട്ടുന്ന സമയം 5 സെക്കൻഡ്സ് ആണ്. 5 സെക്കൻഡിന് ശേഷം ഞാൻ ശരിയായിട്ടുള്ള ട്രാൻസ്ലേഷൻ പറയുന്നതാണ്. ടോട്ടൽ 10 ക്വസ്റ്റ്യൻസ്, 10 മാർക്സ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ദ ട്രാൻസ്ലേഷൻ ചാലഞ്ച്. ഫസ്റ്റ് വൺ. ഞാൻ കഴിഞ്ഞ മാസം ഒരു ഡ്രോയിങ് മത്സരത്തിൽ പങ്കെടുത്തു. ഞാൻ കഴിഞ്ഞ മാസം ഒരു ഡ്രോയിങ് മത്സരത്തിൽ പങ്കെടുത്തു. യു ഹാവ് 5 സെക്കൻഡ്സ്. Time up. I participated in a drawing competition last month. I participated in a drawing competition last month. ഞാൻ കഴിഞ്ഞ മാസം ഒരു ഡ്രോയിങ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തു. ശ്രദ്ധിക്കുക, സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ആപ്ലിക്കേഷൻ ആണ്. പാർട്ടിസിപ്പേറ്റ് പങ്കെടുക്കുക, പാർട്ടിസിപ്പേറ്റഡ് പങ്കെടുത്തു. പാർട്ടിസിപ്പേറ്റ് എന്ന വാക്കിന്റെ പാസ്റ്റ് ഫോമാണ് പാർട്ടിസിപ്പേറ്റഡ്. നെക്സ്റ്റ് വൺ. നീ ഡ്രോയിങ് മത്സരങ്ങളിലൊന്നും പങ്കെടുത്തിട്ടില്ലേ? നീ ഡ്രോയിങ് മത്സരങ്ങളിലൊന്നും പങ്കെടുത്തിട്ടില്ലേ? യു ഹാവ് 5 സെക്കൻഡ്സ്. ടൈം അപ്പ്. ഹാവിൻറ്റ് യു പാർട്ടിസിപ്പേറ്റഡ് ഇൻ എനി ഡ്രോയിങ് കോമ്പറ്റീഷൻസ്? ഹാവിൻറ്റ് യു പാർട്ടിസിപ്പേറ്റഡ് ഇൻ എനി ഡ്രോയിങ് കോമ്പറ്റീഷൻസ്? നീ ഡ്രോയിങ് കോമ്പറ്റീഷൻസിലൊന്നും പങ്കെടുത്തിട്ടില്ലേ? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ആപ്ലിക്കേഷൻ ആണ്. ഹാവിൻറ്റ് യു പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് വെർബ് വെച്ച് ഒരു ചോദ്യം തുടങ്ങുമ്പോൾ നിങ്ങൾ നേരത്തെ ഒരു കാര്യം ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കാനാണ്. നീ ഡ്രോയിങ് മത്സരങ്ങളിലൊന്നും പങ്കെടുത്തിട്ടില്ലേ? ഹാവിൻറ്റ് യു പാർട്ടിസിപ്പേറ്റഡ് ഇൻ എനി ഡ്രോയിങ് കോമ്പറ്റീഷൻസ്? എന്തിനാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്? നമ്മൾ നേരത്തെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നേരത്തെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് പറയാൻ ഉപയോഗിക്കാം. അതുപോലെ ക്വസ്റ്റ്യൻ ഫോം വരുമ്പോൾ നിങ്ങൾ നേരത്തെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നേരത്തെ ഒരു കാര്യം ചെയ്തിട്ടില്ലേ എന്നും ചോദിക്കാം. ഹാവ് യു പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ് വെച്ച് ഒരു ചോദ്യം തുടങ്ങുമ്പോൾ നിങ്ങൾ നേരത്തെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഹാവിൻറ്റ് യു പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ് വെച്ച് ഒരു ചോദ്യം തുടങ്ങുമ്പോൾ നിങ്ങൾ നേരത്തെ ഒരു കാര്യം ചെയ്തിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഹാവ് യു പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് വെർബ് വെച്ച് തുടങ്ങുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഫസ്റ്റ് വൺ. നീ ഓൺലൈൻ ക്ലാസ്സസ് എന്തെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? നീ ഓൺലൈൻ ക്ലാസ്സസ് എന്തെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഹാവ് യു അറ്റൻഡ് എനി ഓൺലൈൻ ക്ലാസ്സസ്? ഹാവ് യു അറ്റൻഡ് എനി ഓൺലൈൻ ക്ലാസ്സസ്? നീ ഓൺലൈൻ ക്ലാസ്സസ് എന്തെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? നീ ആ കടയിൽ നിന്നും ക്ലോത്ത്സ് വല്ലതും വാങ്ങിയിട്ടുണ്ടോ? ഹാവ് യു ബോട്ട് എനി ക്ലോത്ത്സ് ഫ്രം ദാറ്റ് ഷോപ്പ്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുവരെയുള്ള ഗ്രാമർ ട്രെയിനിങ് സെഷൻസ് എല്ലാം അവിടെ നിന്ന് അറ്റൻഡ് ചെയ്യാം. നെക്സ്റ്റ് വൺ. ഞാൻ കഴിഞ്ഞ 2 വർഷമായി എൻ്റെ അങ്കിളിൻ്റെ കൂടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ 2 വർഷമായി എൻ്റെ അങ്കിളിൻ്റെ കൂടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. യു ഹാവ് 5 സെക്കൻഡ്സ്. ടൈം അപ്പ്. ഐ ഹാവ് ബീൻ ലിവിംഗ് വിത്ത് മൈ അങ്കിൾ ഫോർ ദ ലാസ്റ്റ് 2 years. I have been living with my uncle for the last 2 years. ഞാൻ കഴിഞ്ഞ 2 വർഷമായി എൻ്റെ അങ്കിളിൻ്റെ കൂടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ആപ്ലിക്കേഷൻ ആണ്. ഐ ഹാവ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ് വെച്ച് ഒരു സെന്റൻസ് തുടങ്ങുന്നത് ഞാൻ ഒരു കാര്യം കുറേ നാളായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനാണ്. അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം കുറേ നേരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനാണ്. ചുരുക്കി പറഞ്ഞാൽ നേരത്തെ നിങ്ങൾ ചെയ്തു തുടങ്ങിയ ഒരു കാര്യം ഇപ്പോഴും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണ്? ഞാൻ കഴിഞ്ഞ 2 വർഷമായി എൻ്റെ അങ്കിളുടെ കൂടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ ലിവിംഗ് വിത്ത് മൈ അങ്കിൾ ഫോർ ദ ലാസ്റ്റ് 2 years. അതായത് 2 വർഷം മുമ്പാണ് ഞാൻ അങ്കിളുടെ കൂടെ താമസിച്ചു തുടങ്ങിയത്. ഇപ്പോഴും അങ്കിളുടെ കൂടെ തന്നെയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഐ ഹാവ് ബീൻ ലിവിംഗ് വിത്ത് മൈ അങ്കിൾ ഫോർ ദ ലാസ്റ്റ് 2 years. ഞാൻ കഴിഞ്ഞ 2 വർഷമായി എൻ്റെ അങ്കിളുടെ കൂടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഐ ഹാവ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ് വെച്ച് തുടങ്ങുന്ന കുറച്ച് സെന്റൻസസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഫസ്റ്റ് വൺ. ഞാൻ കഴിഞ്ഞ 2 വർഷമായി
ആ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ 2 വർഷമായി ആ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. I have been studying in that college for the last 2 years. I have been studying in that college for the last 2 years. അതിൻ്റെ അർത്ഥം എന്താണ്? 2 വർഷം മുമ്പാണ് ആ കോളേജിൽ ചേർന്നത്, ഇപ്പോഴും അവിടെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് എക്സാമ്പിൾ. ഞാൻ കഴിഞ്ഞ 7 വർഷമായി കരാട്ടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ 7 വർഷമായി കരാട്ടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. I have been learning karate for the last 7 years. I have been learning karate for the last 7 years. അതായത് 7 വർഷം മുമ്പാണ് ഞാൻ കരാട്ടെ പഠിക്കാൻ തുടങ്ങിയത്, ഇപ്പോഴും കരാട്ടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ട്രാൻസ്ലേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനലിലെ ട്രെയിനിങ് സെഷൻസ് ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, വളരെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലും ക്ലിക്ക് ചെയ്യുക. റെഗുലറായിട്ട് ക്വാളിറ്റി ട്രെയിനിങ് സെഷൻസ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ലെറ്റ്സ് ഗെറ്റ് ടു ദ നെക്സ്റ്റ് ട്രാൻസ്ലേഷൻ. നീ ഇപ്പോൾ ബാങ്കിലേക്കല്ലേ പോകുന്നത്? നീ ഇപ്പോൾ ബാങ്കിലേക്കല്ലേ പോകുന്നത്? യു ഹാവ് 5 seconds. Time up. Aren't you going to the bank now? Aren't you going to the bank now? നീ ഇപ്പോൾ ബാങ്കിലേക്കല്ലേ പോകുന്നത്? ശ്രദ്ധിക്കുക, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ആപ്ലിക്കേഷൻ ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? നമ്മളൊരു കാര്യം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനും, നമ്മളൊരു കാര്യം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക അല്ല എന്ന് പറയാനും, അതുപോലെ മറ്റുള്ളവർ എന്തെങ്കിലും കാര്യം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കാനുമാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ആർ യു പ്ലസ് ING ഫോം ഓഫ് ദ വേർബ് വെച്ച് ഒരു ചോദ്യം തുടങ്ങുന്നത് നിങ്ങൾ എന്തെങ്കിലും കാര്യം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കാനാണ്. അതേപോലെ ആർന്റ് യു പ്ലസ് ING ഫോം ഓഫ് ദ വേർബ് വെച്ച് ഒരു ചോദ്യം തുടങ്ങുന്നത് നിങ്ങളൊരു കാര്യം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ എന്ന് ചോദിക്കാനാണ്. ആർ യു പ്ലസ് ING ഫോം ഓഫ് ദ വേർബ് വെച്ച് തുടങ്ങുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഫസ്റ്റ് വൺ, നീ ഇപ്പോൾ ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണോ? നീ ഇപ്പോൾ ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണോ? ആർ യു വാച്ചിങ് ക്രിക്കറ്റ് നൗ? ആർ യു വാച്ചിങ് ക്രിക്കറ്റ് നൗ? നീ ഇപ്പോൾ യാത്ര ചെയ്യുകയാണോ? നീ ഇപ്പോൾ യാത്ര ചെയ്യുകയാണോ? ആർ യു ട്രാവലിംഗ്? ആർ യു ട്രാവലിംഗ്? നീ ഇപ്പോൾ വണ്ടി ഓടിക്കുകയാണോ? നീ ഇപ്പോൾ വണ്ടി ഓടിക്കുകയാണോ? ആർ യു ഡ്രൈവിംഗ്? ശ്രദ്ധിക്കുക, ഈ ചാനലിൽ പല പ്ലേലിസ്റ്റുകളും ഉണ്ട്. അതിലൊന്നാണ് കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ. നിങ്ങൾ മലയാളത്തിൽ മനസ്സിലാലോചിക്കുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിൽ ഗ്രാമർ മിസ്റ്റേക്സ് ഇല്ലാതെ സംസാരിക്കാനും എഴുതാനുമുള്ള സ്കിൽസ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഇന്നത്തെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പാർട്ട് 1 തൊട്ട് കാണാം. ഇംഗ്ലീഷിൽ ബേസിക്സ് തൊട്ട് പഠിക്കേണ്ടവർക്കും കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റിലെ ട്രെയിനിങ് സെഷൻസ് വളരെ യൂസ്ഫുൾ ആണ്. അതേപോലെ സിമ്പിൾ ടെൻസസ്, കണ്ടിന്യൂസ് ടെൻസസ്, പെർഫെക്റ്റ് ടെൻസസ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസസ് ഇവയുടെയൊക്കെ ഡീറ്റെയിൽഡ് ട്രെയിനിങ് സെഷൻസ് കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റിലുണ്ട്. പാർട്ട് 1 തൊട്ട് ഓർഡറായിട്ട് കാണുക, ഓരോ ഭാഗവും പലതവണ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കുകയും ചെയ്യാം. നെക്സ്റ്റ് വൺ, അവർ പരസ്പരം വഴക്കുണ്ടാക്കുകയായിരുന്നു. അവർ പരസ്പരം വഴക്കുണ്ടാക്കുകയായിരുന്നു. യു ഹാവ് 5 seconds. Time up. They were quarreling with each other. അവർ പരസ്പരം വഴക്കുണ്ടാക്കുകയായിരുന്നു. ശ്രദ്ധിക്കുക, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ആപ്ലിക്കേഷനാണ്. നമ്മളൊരു കാര്യം നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാനാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഡീറ്റെയിൽഡ് ട്രെയിനിങ് സെഷൻ കാണാൻ താല്പര്യമുള്ളവർ കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് വൺ, അവൻ രാവിലെ പ്ലേ ഗ്രൗണ്ടിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു. അവൻ രാവിലെ പ്ലേ ഗ്രൗണ്ടിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു. യു ഹാവ് 5 seconds. Time up. I saw him going to the playground in the morning. I saw him going to the playground in the morning. അവൻ രാവിലെ പ്ലേ ഗ്രൗണ്ടിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു. ശ്രദ്ധിക്കുക, സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ആപ്ലിക്കേഷനാണ്. ഞാൻ കണ്ടു. ഐ സോ ഹിം. സി കാണുക, സോ കണ്ടു. നെക്സ്റ്റ് വൺ, നീ എന്നാണ് ഈ ഷർട്ട് വാങ്ങിയത്? നീ എന്നാണ് ഈ ഷർട്ട് വാങ്ങിയത്? യു ഹാവ് 5 seconds. Time up.
When did you buy this shirt? When did you buy this shirt? നീ എന്നാണ് ഈ ഷർട്ട് വാങ്ങിയത്? ശ്രദ്ധിക്കുക, സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ആപ്ലിക്കേഷൻ ആണ്. നീ ഷർട്ട് വാങ്ങിയോ എന്ന് എങ്ങനെ ചോദിക്കുക? ഡിഡ് യു ബൈ, വാങ്ങിയോ. നീ എന്നാണ് വാങ്ങിയത്? വെൻ ഡിഡ് യു ബൈ. എപ്പോഴാണ് നിങ്ങൾ ഒരു കാര്യം ചെയ്തത് എന്ന് ചോദിക്കാനാണ് വെൻ ഡിഡ് യു പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ് വെച്ച് ഒരു ചോദ്യം തുടങ്ങുന്നത്. വെൻ ഡിഡ് യു പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ് വെച്ച് തുടങ്ങുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ഫസ്റ്റ് വൺ, നീ എപ്പോഴാണ് അവിടെ എത്തിയത്? നീ എപ്പോഴാണ് അവിടെ എത്തിയത്? വെൻ ഡിഡ് യു റീച്ച് ദർ. വെൻ ഡിഡ് യു റീച്ച് ദർ. നീ എപ്പോഴാണ് അവനെ വിളിച്ചത്? നീ എപ്പോഴാണ് അവനെ വിളിച്ചത്? വെൻ ഡിഡ് യു കോൾ ഹിം. വെൻ ഡിഡ് യു കോൾ ഹിം. നെക്സ്റ്റ് വൺ, ആ കനമുള്ള ബാഗ് ഉയർത്താൻ നീ അവളെ സഹായിച്ചോ? ആ കനമുള്ള ബാഗ് ഉയർത്താൻ നീ അവളെ സഹായിച്ചോ? യു ഹാവ് 5 seconds. Time up. Did you help her to lift that heavy bag? Did you help her to lift that heavy bag? ആ കനമുള്ള ബാഗ് ഉയർത്താൻ നീ അവളെ സഹായിച്ചോ? നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നേരത്തെ ചെയ്തോ എന്ന് ചോദിക്കാനാണ് ഡിഡ് യു പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ് വെച്ച് ഒരു ചോദ്യം തുടങ്ങുന്നത്. സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ആപ്ലിക്കേഷൻ ആണ്. നമുക്ക് ഡിഡ് യു പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ് വെച്ച് തുടങ്ങുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. നീ അവൻ്റെ പൈസ തിരിച്ചു കൊടുത്തോ? നീ അവൻ്റെ പൈസ തിരിച്ചു കൊടുത്തോ? ഡിഡ് യു റിട്ടേൺ ഹിസ് മണി. ഡിഡ് യു റിട്ടേൺ ഹിസ് മണി. നീ അവനെ വിളിച്ചോ? നീ അവനെ വിളിച്ചോ? ഡിഡ് യു കോൾ ഹിം. നീ ആ പുസ്തകം വായിച്ചോ? നീ ആ പുസ്തകം വായിച്ചോ? ഡിഡ് യു റീഡ് ദാറ്റ് ബുക്ക്. നെക്സ്റ്റ് വൺ, ഏതുതരം പാട്ടുകളാണ് അവൾക്കിഷ്ടം? ഏതുതരം പാട്ടുകളാണ് അവൾക്കിഷ്ടം? യു ഹാവ് 5 seconds. Time up. What kind of songs does she like? What kind of songs does she like? അവൾക്ക് ഏതുതരം പാട്ടുകളാണ് ഇഷ്ടം? What kind of songs does she like? സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ആപ്ലിക്കേഷൻ ആണ്. നെക്സ്റ്റ് വൺ, അവൾക്ക് ക്ലാസിക്കൽ പാട്ടുകൾ ഇഷ്ടമല്ലേ? അവൾക്ക് ക്ലാസിക്കൽ പാട്ടുകൾ ഇഷ്ടമല്ലേ? യു ഹാവ് 5 seconds. Time up. Doesn't she like classical songs? Doesn't she like classical songs? അവൾക്ക് ക്ലാസിക്കൽ പാട്ടുകൾ ഇഷ്ടമല്ലേ? സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ആപ്ലിക്കേഷൻ ആണ്. സോ നമ്മുടെ ഇന്നത്തെ 10 ട്രാൻസ്ലേഷൻസ് കഴിഞ്ഞിരിക്കുന്നു. ടോട്ടൽ മാർക്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇന്നത്തെ ട്രെയിനിങ് സെഷൻ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അത് എനിക്ക് വളരെ ഇൻസ്പയറിംഗ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരുമായി ഈ ട്രെയിനിങ് സെഷൻ ഷെയർ ചെയ്യുകയും ചെയ്യാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനലിലെ ട്രെയിനിങ് സെഷൻസ് ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതുപോലെ വളരെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലും ക്ലിക്ക് ചെയ്യുക. ചാനലിലെ എല്ലാ പ്ലേലിസ്റ്റുകളും ചെക്ക് ചെയ്ത് നോക്കുക. ഹോം പേജിൽ നിന്ന് നിങ്ങൾക്ക് പ്ലേലിസ്റ്റുകൾ എടുക്കാൻ കിട്ടുന്നില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. പ്ലേലിസ്റ്റുകളുടെ ലിങ്ക്സ് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. സോ നമുക്ക് ടോട്ടൽ മാർക്സ് നോക്കാം. ഔട്ട് ഓഫ് 10 നിങ്ങൾക്കൊരു 9 to 10 മാർക്സ് ആണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് A+ ഗ്രേഡ് ആണ്. നിങ്ങൾക്ക് എക്സലൻറ്റ് ഗ്രാമർ സ്കിൽസ് ആണ്. നിങ്ങൾക്ക് കിട്ടിയ മാർക്സ് 7 to 8 ആണെങ്കിൽ നിങ്ങൾക്ക് ഗുഡ് ഗ്രാമർ സ്കിൽസ് ആണ്. കിട്ടുന്ന ഗ്രേഡ് A ആണ്. അതുപോലെ 5 to 6 മാർക്സ് ആണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ആവറേജ് ഗ്രാമർ സ്കിൽസ് ആണ്. കിട്ടുന്ന ഗ്രേഡ് B ആണ്. 0 to 4 മാർക്സ് ആണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് പോ ഗ്രാമർ സ്കിൽസ് ആണ്. കിട്ടുന്ന ഗ്രേഡ് C ആണ്. ലോ മാർക്സ് കിട്ടിയൊരു വറീഡ് ആവേണ്ട ആവശ്യമില്ല. കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഇന്നത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ബേസിക്സ് തൊട്ട് പഠിക്കാവുന്നതാണ്. പാർട്ട് 1 തൊട്ട് ഓർഡർ ആയിട്ട് കാണുക. ഓരോ ഭാഗവും പലതവണ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കുകയും ചെയ്യാം. സോ ദാറ്റ് ഇസ് ഓൾ ഫോർ ടുഡേ. See you in the comments. I'll be back with the next training session soon. Bye.